ഇന്ന് നമ്മൾ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരാളുടെ കഥയാണ് പറയാൻ പോകുന്നത്. ത്യാഗത്തിന്റെയും അതിലുപരി സമാധാനത്തിന്റെയും പ്രതീകമായി മാറിയ രണ്ടാമത്തെ ഇമാം അൽ ഹസൻ. അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക്, ആ പൈതൃകത്തിലേക്ക് നമുക്കൊന്ന് ആഴത്തിലിറങ്ങിച്ചെല്ലാം. എന്തൊരു വാക്കുകളാണിതല്ലേ! ചരിത്രരേഖകളിൽ പറയുന്നത് ഇങ്ങനെയാണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹത്തിന്റെ ജനനം മുതൽ എത്രത്തോളം പ്രാധാന്യം കൽപ്പിക്കപ്പെട്ടിരുന്നു എന്ന്. ആ മഹത്വം അദ്ദേഹത്തിന് ജന്മനാ കിട്ടിയതായിരുന്നു. അപ്പോ ഇമാം ഹസന്റെ ജീവിതകഥ പൂർണ്ണമായി മനസ്സിലാക്കാൻ നമ്മൾ ഈ 6 പ്രധാനപ്പെട്ട ഘട്ടങ്ങളിലൂടെയാണ് കടന്നുപോകാൻ പോകുന്നത്, അദ്ദേഹത്തിന്റെ കുട്ടിക്കാലം മുതൽ അവസാനം വരെ. ശരി, നമുക്ക് അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്ത് നിന്ന് തന്നെ തുടങ്ങാം. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഇമാം അലിയുടെയും പ്രവാചകന്റെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമയുടെയും മകൻ. അതിലുപരി പ്രവാചകൻ മുഹമ്മദിന്റെ നേരിട്ടുള്ള ശിക്ഷണത്തിലും സ്നേഹത്തിലും വളർന്നൊരു കുട്ടി. ആ ഒരു അന്തരീക്ഷമാണ് അദ്ദേഹത്തിന്റെ സ്വഭാവത്തിന് അടിത്തറ പാകിയത്. അദ്ദേഹത്തിന് ഒരുപാട് വിശേഷണങ്ങളുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രശസ്തമായ ഒന്നാണ് അൽ മുജ്തബ. എന്താ അതിന്റെ അർത്ഥമെന്നറിയാമോ? തിരഞ്ഞെടുക്കപ്പെട്ടവൻ എന്ന്. ആ ഒരൊറ്റ പേര് മതിയായിരുന്നു അദ്ദേഹത്തിന്റെ വ്യക്തിത്വം എത്രത്തോളം ഉന്നതമായിരുന്നുവെന്ന് മനസ്സിലാക്കാൻ. അദ്ദേഹത്തിന്റെ സ്വഭാവഗുണങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഈ കാര്യങ്ങൾ എടുത്തു പറയണം. അസാധാരണമായ അറിവ്, അഗാധമായ ഭക്തി, ആരോടും ക്ഷമിക്കാനുള്ള കഴിവ്, അതായത് സഹിഷ്ണുത, പിന്നെ നല്ല ബുദ്ധികൂർമ്മത, ശാന്തമായ ധൈര്യം. ഇതെല്ലാം എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ ഉത്തരം വളരെ ലളിതമാണ്. അദ്ദേഹത്തിന്റെ മുത്തച്ഛനായ പ്രവാചകന്റെ ശിക്ഷണത്തിൽ നിന്ന് തന്നെ. ഇവിടെ നിന്നാണ് കഥയുടെ ഗതി മാറുന്നത്. പിതാവായ ഇമാം അലിയുടെ രക്തസാക്ഷിത്വത്തിനു ശേഷം ആ വലിയ ഉത്തരവാദിത്വം, ഖിലാഫത്ത്, ഇമാം ഹസന്റെ ചുമലിലായി. പക്ഷെ അതൊരു പൂമത്തെയൊന്നുമായിരുന്നില്ല. ഒരുപാട് വെല്ലുവിളികൾ അദ്ദേഹത്തെ കാത്തിരിപ്പുണ്ടായിരുന്നു. ആ സമയത്ത് 2 അധികാര കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന് കൂഫയിലെ ഇമാം ഹസൻ. അദ്ദേഹത്തിന്റെ ലക്ഷ്യം ജനങ്ങളെ ഒന്നിപ്പിക്കുക, ഭക്തി നിലനിർത്തുക എന്നതൊക്കെയായിരുന്നു. എന്നാൽ മറുവശത്ത് ദമാസ്കസിൽ മുആവിയ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും അധികാരം പിടിച്ചെടുക്കണം. അതിന് കൈക്കൂലിയും നുണപ്രചരണങ്ങളും ഒക്കെയായിരുന്നു ആയുധം. തികച്ചും വിപരീതമായ 2 കാഴ്ചപ്പാടുകൾ. അപ്പോ എന്തു സംഭവിച്ചു? മുആവിയ പണമൊഴുക്കി തുടങ്ങി. ഇമാം ഹസന്റെ സൈന്യത്തിലെ പലരുടെയും കൂറ് പണം കൊടുത്തു വാങ്ങി. ഒന്നാലോചിച്ചു നോക്കൂ ആ അവസ്ഥ. സ്വന്തം സൈന്യം തന്നെ കൂറുമാറുന്നു. അവസാനം വിശ്വസ്തരായ വളരെ കുറച്ചുപേർ മാത്രം അദ്ദേഹത്തോടൊപ്പം നിന്നു. ഈയൊരു സാഹചര്യത്തിലാണ് ഇമാം ഹസൻ ആ നിർണായകമായ തീരുമാനമെടുക്കുന്നത്. തന്റെ കൂടെ നിൽക്കുന്നവരുടെ ജീവൻ അപകടത്തിലാണ്. മുസ്ലിങ്ങൾ തമ്മിൽ ഒരു വലിയ യുദ്ധം ഒഴിവാക്കണം. ഇതിനുവേണ്ടി അദ്ദേഹം മുആവിയയുമായി ഒരു സമാധാന ഉടമ്പടിക്ക് തയ്യാറായി. ഇവിടെ സ്വാഭാവികമായും ഒരു ചോദ്യം വരാം, അല്ലേ? ശരിയായ അവകാശമുള്ള ഒരാൾ എന്തിനാണ് ശത്രുവിന് അധികാരം കൈമാറുന്നത്? അവിടെയാണ് ഇമാം ഹസന്റെ ദീർഘവീക്ഷണം. അതൊരു കീഴടങ്ങലായിരുന്നില്ല, മറിച്ച് ഒരു വലിയ രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കാനും അതേസമയം മുആവിയയുടെ തനിനിറം എല്ലാവരുടെയും മുന്നിൽ തുറന്നുകാട്ടാനുമുള്ള ഒരു വഴിയായിരുന്നു അത്. ഈ ഉടമ്പടിക്ക് ഇമാം ഹസൻ വളരെ പ്രധാനപ്പെട്ട 5 നിബന്ധനകൾ വെച്ചിരുന്നു. 1. ഖുറാനും പ്രവാചകചര്യയും അനുസരിച്ചു ഭരിക്കണം. 2. ഇമാം അലിയുടെ അനുയായികളെ ഉപദ്രവിക്കരുത്. 3. ഇമാം അലിയെ അപമാനിക്കുന്നത് നിർത്തണം. 4. തനിക്ക് ശേഷം മകനെയോ മറ്റോ പിൻഗാമിയായി നിയമിക്കരുത്. 5. മുആവിയയുടെ മരണശേഷം ഖിലാഫത്ത് തനിക്ക് തിരികെ നൽകണം. ഓരോന്നും വളരെ തന്ത്രപരമായിരുന്നു. അപ്പോ ഉടമ്പടിയൊക്കെ ഒപ്പുവെച്ചു, സമാധാനമായി എന്നെല്ലാവരും കരുതി. പക്ഷേ ശരിക്കും അതാണോ സംഭവിച്ചത്? മുആവിയ ആ കൊടുത്ത വാക്കുകളൊക്കെ പാലിച്ചോ? ഇതൊന്നു നോക്കൂ. ഒരു വശത്ത് കൊടുത്ത വാക്ക്, മറുവശത്ത് നടന്ന കാര്യം. ഖുർആൻ അനുസരിച്ച് ഭരിക്കുമെന്ന് പറഞ്ഞു, പക്ഷേ അത് അവഗണിച്ചു. ഷിയാക്കളെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞു, അവരെ വേട്ടയാടി കൊന്നൊടുക്കി. ഇമാം അലിയെ ശപിക്കുന്നത് നിർത്തുമെന്ന് പറഞ്ഞു, അത് പിന്നെയും തുടർന്നു. പിൻഗാമിയെ നിയമിക്കില്ല എന്ന് വാക്കുകൊടുത്തിട്ട് സ്വന്തം മകൻ യസീദിനെ നിയമിച്ചു. അവസാനം ഖിലാഫത്ത് തിരികെ നൽകുന്നതിനു പകരം ഇമാം ഹസനെ കൊല്ലാൻ തന്നെ പദ്ധതിയിട്ടു. ഓരോ വാഗ്ദാനവും ലംഘിക്കപ്പെട്ടു. കഥയുടെ ഏറ്റവും സങ്കടകരമായ ഭാഗത്തേക്കാണ് നമ്മളിനി പോകുന്നത്. കൊടുത്ത വാക്കുകളെല്ലാം കാറ്റിൽ പറത്തി. ഇനി മുആവിയയുടെ മുന്നിലുള്ള ഒരേയൊരു തടസ്സം ഇമാം ഹസനാണ്. അദ്ദേഹത്തെ എന്നേക്കുമായി ഇല്ലാതാക്കാനുള്ള പദ്ധതികൾ തുടങ്ങി. എന്തിനായിരുന്നു ഇതെല്ലാം? കാരണം വളരെ ലളിതമാണ്. തന്റെ മകൻ യസീദിന് ഒരു എതിരാളി പോലുമില്ലാതെ അധികാരം കിട്ടണം. അതിനു മുന്നിലുള്ള ഏറ്റവും വലിയ തടസ്സം ഇമാം ഹസനായിരുന്നു. ഈ ഗൂഢാലോചനയുടെ ഏറ്റവും ക്രൂരമായ ഭാഗം എന്താണെന്നറിയാമോ? ഇതിനായി മുആവിയ ഉപയോഗിച്ചത് ഇമാം ഹസന്റെ സ്വന്തം ഭാര്യയെയാണ്. അവർക്ക് ധാരാളം പണവും തന്റെ മകൻ യസീദിനെക്കൊണ്ട് വിവാഹം കഴിപ്പിക്കാമെന്ന വ്യാജ വാഗ്ദാനവും നൽകി.
അതൊരു വലിയ ചതിയായിരുന്നു. ഇമാമിന് വിഷം നൽകിയ ശേഷം ആ സ്ത്രീ വാഗ്ദാനം ചെയ്ത കാര്യങ്ങൾക്കായി മുആവിയയുടെ അടുത്തേക്ക് ചെന്നു. അപ്പോൾ അയാൾ പറഞ്ഞ മറുപടിയാണിത്: എനിക്ക് നിന്നെ എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? നീ നാളെ എന്റെ മകനും ഇതുപോലെ വിഷം കൊടുത്താലോ? സ്വന്തം കാര്യം കഴിഞ്ഞപ്പോൾ അവരെയും അയാൾ വഞ്ചിച്ചു. അങ്ങനെ ഇമാം ഹസന്റെ ജീവിതം അതിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് കടക്കുകയാണ്. മരണക്കിടക്കയിൽ വെച്ചും അദ്ദേഹം ആരായിരുന്നു, അദ്ദേഹത്തിന്റെ മഹത്വം എന്തായിരുന്നു എന്ന് നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ അവസാനത്തെ ആഗ്രഹങ്ങൾ ഇതൊക്കെയായിരുന്നു. 1. തന്റെ പേരിൽ ആരും പ്രതികാരം ചെയ്യരുത്. സഹോദരനായ ഇമാം ഹുസൈനോട് അദ്ദേഹം പ്രത്യേകം പറഞ്ഞു. 2. തന്റെ മുത്തച്ഛനായ പ്രവാചകന്റെ ഖബറിനടുത്ത് തന്നെ അടക്കണം. പക്ഷേ അതൊരു പ്രശ്നത്തിന് കാരണമാകുമെങ്കിൽ ഒരു തുള്ളി രക്തം പോലും വീഴരുത്. തന്നെ ജന്നത്തൽ ബക്കിയിൽ അടക്കിയാൽ മതിയെന്നും അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ഭയന്നതുപോലെ തന്നെ സംഭവിച്ചു. ബനു ഉമയ്യാക്കാർ അദ്ദേഹത്തെ പ്രവാചകന്റെ അരികിൽ അടക്കം ചെയ്യാൻ സമ്മതിച്ചില്ല. അപ്പോഴും ഒരു സംഘർഷം ഒഴിവാക്കാൻ തന്റെ സഹോദരന്റെ അവസാനത്തെ ആഗ്രഹം മാനിച്ച് ഇമാം ഹുസൈൻ അദ്ദേഹത്തെ മദീനയിലെ ജന്നത്ത് അൽ ബക്കി ഖബർസ്ഥാനിൽ അടക്കം ചെയ്തു. അപ്പോ അവസാനം ഈയൊരു ചോദ്യമാണ് ഇമാം ഹസന്റെ ജീവിതം നമ്മൾക്ക് മുന്നിൽ വെക്കുന്നത്. എന്താണ് സമാധാനത്തിന്റെ വില? ഒരു വലിയ യുദ്ധം ഒഴിവാക്കാൻ, ഒരുപാട് പേരുടെ ജീവൻ രക്ഷിക്കാൻ അദ്ദേഹം സ്വന്തം അവകാശങ്ങൾ വരെ ത്യജിച്ചു. അദ്ദേഹത്തിന്റെ ഈ ത്യാഗം നമ്മളെ എന്താണ് പഠിപ്പിക്കുന്നത്? ഈ ഒരു ചിന്ത നിങ്ങൾക്ക് വിട്ടുതന്നുകൊണ്ട് നമ്മളിവിടെ നിർത്തുന്നു.